വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷീൻസ് ക്രേസി ക്രേവിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഏത്തയ്ക്ക മെഴുക്കുപുരട്ടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് എല്ലാവർക്കും അറിയാം, എങ്കിലും ആദ്യമായി കാണുന്നവർക്ക് വേണ്ടി ഞാനിത് ഉണ്ടാക്കുന്നു. അതിനാവശ്യമായത് ഏത്തയ്ക്ക 2 ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യമായത് വെളുത്തുള്ളി 2 ചതച്ചെടുത്തത്, ചെറിയ ഉള്ളി ഒരു 4 അരിഞ്ഞ് ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 4 രണ്ടായിട്ട് കീറിയിട്ടത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ സ്റ്റൗ കത്തിച്ചു. അതിന് വെള്ളമെല്ലാം കൂടെ വറ്റി വരട്ടെ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഓക്കെ, എണ്ണ നന്നായിട്ട് ചൂടായി. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കും. ഇനി ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വാടട്ടെ. അതിനുശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് നന്നായി ഇളക്കാം. തീ കുറച്ച് വയ്ക്കാം, സിമ്മിലിടാം. എന്നിട്ട് നമുക്കിതിന് ആവശ്യമായ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക മെഴുക്ക് പുരട്ടിക്കുന്നത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഓക്കെ, നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ച് എടുക്കാം. ഓക്കെ, നന്നായിട്ട് ഇതിലെല്ലാം ചേർത്തിളക്കി. ഇനി കുറച്ച് വെള്ളം ആവശ്യത്തിന് മാത്രം നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് നമുക്ക് ഇതിനെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് തീ കുറച്ച് കൂട്ടി വെച്ച് വേവിക്കാം. കുറച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ അടച്ച് വെച്ച് ഒരു 5-8 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഓക്കെ, അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഒന്നുകൂടി നമുക്ക് അടച്ച് വയ്ക്കാം. ഇടയ്ക്ക് നമുക്ക് തുറന്ന് നോക്കി ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അത് ആയി വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് ആവശ്യമെങ്കിൽ ഉപ്പ് കുറച്ചുകൂടെ ചേർക്കാം. എനിക്കിപ്പോൾ ഞാൻ യൂസ് ചെയ്ത അത്രയും മതിയായിരുന്നു. ഞാൻ പിന്നെ ചേർത്തിട്ടില്ല. നന്നായിട്ട് വേകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നോൺ സ്റ്റിക്ക് തവയ്ക്കകത്ത് ഉണ്ടാക്കുമ്പോൾ ആ പാന് അടിക്ക് പിടിക്കത്തില്ല, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് ഫ്രൈ ആയി നമുക്ക് കിട്ടും. അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നന്നായി ആയി വരുന്നുണ്ട്. ഇനി തീ കുറച്ച് വയ്ക്കാം. ഇനി അല്പസമയം ഇങ്ങനെ കിടന്നൊന്ന് ഫ്രൈ ആവട്ടെ. ഇനി അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ഫ്രൈ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാം. നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഏത്തയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ചാനൽ.